പലതരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങളുമായി ലോകത്തെ മികച്ച ബിസിനസ്സുകാരായി ഇടം പിടിച്ചവരാണ് അദാനി ഗ്രൂപ്പ്. ഇപ്പോൾ രാജ്യത്തെ അതിശയിപ്പിക്കുന്ന വമ്പൻ പ്രഖ്യാപനമാണ് അദാനി ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 7 വിമാനത്താവളങ്ങളുടെ വിപുലീകരണത്തിനായി 60,000 കോടി രൂപ നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നു. ഈ വിമാനത്താവളങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ച് കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. അടുത്ത 5 വർഷത്തിനുള്ളിൽ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് എയർസൈഡിനായി 30,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നും അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി വെളിപ്പെടുത്തി. തിരുവനന്തപുരത്തിന് പുറമെ മുംബൈ, അഹമ്മദാബാദ്, ലക്നൌ, മംഗലാപുരം, ഗുവാഹത്തി, ജയ്പൂർ എന്നീ വിമാനത്താവളങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. റൺവേകൾ, കൺട്രോൾ ടവറുകൾ, എയർക്രാഫ്റ്റ് മെയിന്റനൻസ്, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ വിഭാഗമാണ് എയർസൈഡിൽ ഉൾപ്പെടുന്നത്. എയർസൈഡ് എന്നത് ബോർഡിംഗ് പാസുകളുള്ള യാത്രക്കാർക്ക് മാത്രം പ്രവേശനമുള്ള വിമാനത്താവളത്തിലെ സുരക്ഷിത മേഖലയാണ്. അതേസമയം ആർക്കും പ്രവേശനമുള്ള വിമാനത്താവളത്തിന്റെ പൊതു ഇടമാണ് സിറ്റി സൈഡ്. യാത്രക്കാർക്കായി വിമാനത്തിന് ചുറ്റുമുള്ള വാണിജ്യ സൗകര്യങ്ങൾ ഇതിന് കീഴിൽ വരുന്നു. വിമാനത്താവളങ്ങളുടെ സിറ്റി സൈഡുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ഭക്ഷണശാലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന വികസന പദ്ധതിയാണ് അദാനി ആലോചിക്കുന്നത്. സിറ്റി സൈഡ് വികസനത്തിന് പാരിസ്ഥിതികാനുമതി, ഭൂമിയുടെ ലഭ്യത തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 5 വർഷം വരെ പദ്ധതിക്ക് ആവശ്യമായി വരുന്നതെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വെടിമരുന്നുകളുടെയും മിസൈലുകളുടെയും നിർമ്മാണത്തിനായി സമർപ്പിച്ചിരിക്കുന്ന 2 സമുച്ചയങ്ങൾ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ രാജ്യത്തെ പ്രമുഖ പ്രതിരോധ നിർമ്മാതാക്കളായ അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ആരംഭിച്ചത് അടുത്തിടെയാണ്. 500 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ സ്ഥാപനം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത വെടിമരുന്ന് നിർമ്മാണ സമുച്ചയങ്ങളിൽ ഒന്നായി മാറും. സായുധ സേന, അർദ്ധ സൈനിക സേന, പോലീസ് എന്നിവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൈവിധ്യമാർന്ന ഉയർന്ന നിലവാരമുള്ള ചെറുതും ഇടത്തരവും വലുതുമായ കാലിബർ വെടിമരുന്ന് നിർമ്മിക്കാൻ ഇവിടെ സജ്ജീകരണങ്ങളുണ്ട്. സമുച്ചയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ കാലിബറിലുള്ള ഉൽപ്പന്നങ്ങളാണ് ആദ്യം നിർമ്മിക്കുക. 150 ദശലക്ഷം റൗണ്ടുകൾ ഉൾപ്പെടുന്ന ഈ പ്രാരംഭ ഉൽപാദനം തന്നെ ഇന്ത്യയുടെ വാർഷിക ആവശ്യത്തിന്റെ 25% നികത്തുമെന്ന് കണക്കാക്കുന്നു. അതിനു പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനവുമായി അദാനി ഗ്രൂപ്പ് എത്തിയിരിക്കുന്നത്.